പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശകലനമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഈ വിശകലനത്തിൻ്റെ തലക്കെട്ട് ഇടതുപക്ഷം തോറ്റിട്ടില്ല എന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ ഇപ്പോൾ പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ വലിയ അന്തരമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പരാജയമല്ല ഇത്. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ 3 തരത്തിൽ ഉണ്ട്. ഒന്ന്, ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും RSPയുടെയും CMPയുടെയും ഒക്കെ പ്രവർത്തകരോ അനുഭാവികളോ ആയ, പൊതുവിൽ UDFൻ്റെ പ്രവർത്തകരും അനുഭാവികളുമായ UDF വോട്ടേഴ്സ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDFന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിലും അവർ UDFന് വോട്ട് ചെയ്തു. രണ്ടാമത്തൊരു വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIMൻ്റെയും CPIയുടെയും ഒരുപക്ഷെ മറ്റ് ഘടകകക്ഷികളുടെയും, അതിലേറ്റവും പ്രധാനം CPIMൻ്റേത് തന്നെയാണ്, അവരുടെ പ്രവർത്തകരും അനുഭാവികളുമാണ്. അവർ വലിയ തോതിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇത്. അതിൻ്റെ അർത്ഥം അവർ CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയം ഉപേക്ഷിച്ച് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം സ്വീകരിച്ചു എന്നല്ല. ആ വോട്ടർമാരെ നമ്മൾ പഠിച്ചു നോക്കിയാൽ അവരിപ്പോഴും ആശയപരമായി, രാഷ്ട്രീയമായി CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നല്ല, അവർക്ക് ആ രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത്. ഇത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തേണ്ട ഒരു കാര്യമല്ല. വളരെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും UDF പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. കോഴിക്കോട് ജില്ലയിലെ നിരവധി മണ്ഡലങ്ങളിൽ, ബേപ്പൂർ ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണല്ലോ വിജയിച്ചത്. അതിൽ ചില സീറ്റുകൾ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സീറ്റുകളാണ്, ചിലത് കോൺഗ്രസ്സിന് വേണമെങ്കിൽ നേടിയെടുക്കാവുന്ന സീറ്റുകളാണ്. പക്ഷേ ആ ചില സീറ്റുകൾ മാറ്റി നിർത്തിയാൽ മറ്റു പല മണ്ഡലങ്ങളും ഇടതുപക്ഷ പ്രവർത്തകർ വ്യാപകമായി മാറി വോട്ട് ചെയ്താൽ മാത്രം UDF ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. കോഴിക്കോട് ജില്ല പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാധീനമായി ആക്കി പരിവർത്തിപ്പിച്ച ഒരു ജില്ലയാണ് എന്ന് നമുക്ക് അറിയാം. കൊല്ലം ജില്ല ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ മനുഷ്യർ എന്തിനാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയത്? CPIM ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേരളത്തിലെ CPIMും ഇടതുപക്ഷ രാഷ്ട്രീയവും തകർന്നു പോകും. അത് തകരാതിരിക്കാൻ അവർ നടത്തിയ ഒരു രക്ഷാദൗത്യമാണ് പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വോട്ട് ചെയ്യൽ എന്നത്. സാക്ഷാൽ ധർമ്മടം മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് പകരം ഒരുപക്ഷെ ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സംഭവിച്ചതുപോലുള്ള CPIMൻ്റെ അകത്തു നിന്ന് തന്നെയുള്ള ഒരാൾ മുന്നോട്ട് വന്ന് മത്സരിച്ചാൽ പിണറായി വിജയൻ്റെ തന്നെയും ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മറ്റൊന്നാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇടതു രാഷ്ട്രീയം കേരളത്തിൽ പരാജയപ്പെട്ടു എന്നല്ല ഈ തെരഞ്ഞെടുപ്പ് വിധിയെ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, അതിനെ സംരക്ഷിക്കേണ്ട അതിൻ്റെ നേതൃത്വം അതിനെ സംരക്ഷിക്കാതിരുന്നപ്പോൾ, അതിൽ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ചപ്പോൾ
അതിനെ സ്നേഹിക്കുന്ന അതിൻ്റെ അണികൾ ആ രക്ഷാദൗത്യം ഏറ്റെടുത്തു എന്നത് മാത്രമാണ്. കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കരുത് എന്ന കരുതലാണ് യഥാർത്ഥത്തിൽ ഈ വോട്ട് മാറ്റി ചെയ്യലിന് പിന്നിൽ ഉള്ളത്. ഇത് ഞാൻ പറയുന്നത് ഇടത് രാഷ്ട്രീയം എന്തോ മഹത്തായ രാഷ്ട്രീയമാണ് എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടല്ല. ഇന്ത്യയിൽ കോൺഗ്രസ് പ്രതിനിധി, ഇന്ത്യയിൽ BJP ആണ് വലതുപക്ഷ രാഷ്ട്രീയ ശക്തി. അതല്ലാത്ത എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടിയും വലതുപക്ഷ രാഷ്ട്രീയമല്ല. അത് CPIM നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം ഉണ്ടാക്കുന്ന ഒരു നറേഷനാണ്. കോൺഗ്രസ് വലതുപക്ഷ രാഷ്ട്രീയമാണ്, മുസ്ലിം ലീഗിൻ്റെത് വലതുപക്ഷ രാഷ്ട്രീയമാണ് എന്നത്. മറിച്ച് അതെല്ലാം വേറൊരു തരത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. വേണമെങ്കിൽ പറയാവുന്നത് CPM-ഉം CPI-യും RSPയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ പ്രതിനിധീകരിക്കുന്നത് മാർക്സിസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇടതുപക്ഷത്തെയാണ്. കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത് മാർക്സിസത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാത്ത ഒരു ഇടതുപക്ഷത്തെയാണ് എന്നത് മാത്രമാണ്. ഇനി ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് മഹത്തായ രാഷ്ട്രീയം എന്ന വിശ്വാസവും എനിക്കില്ല. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ പ്രതിനിധീകരിക്കുന്ന സാമുദായിക രാഷ്ട്രീയത്തിനും അതിൻ്റേതായ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. എല്ലാ രാഷ്ട്രീയങ്ങൾക്കും കോൺഗ്രസിൻ്റെത് ഒന്നുകിൽ ഇടത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ പരമാവധി അങ്ങോട്ട് പോയാൽ അതൊരു സെൻട്രലിസ്റ്റ് പൊളിറ്റിക്സ് ആണ്, ലിബറൽ ആയ ഒരു രാഷ്ട്രീയം. ഇതിനെല്ലാം അതിൻ്റേതായ പ്രസക്തി തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ട്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും അതിൻ്റെ പ്രസക്തിയുണ്ട്. അത് അസ്തമിച്ചു എന്ന് വിധി എഴുതുന്നത് അർത്ഥമില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു പ്രതിസന്ധിയുണ്ട് ഇന്ത്യയിലും കേരളത്തിലും. ഇന്ത്യയിലത് അനുഭവപ്പെടാത്തത്, ഇന്ത്യയിലത് പ്രസക്തമല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിലത് അനുഭവപ്പെടുന്നത്, കേരളത്തിൽ ഇന്നും CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം, കമ്മ്യൂണിസത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമാണ്. പക്ഷെ അതിന് രാഷ്ട്രീയമായൊരു പ്രതിസന്ധിയുണ്ട്. അത് കമ്മ്യൂണിസം സ്ഥാപിക്കുക എന്നത് സാധ്യമാകുന്നൊരു കാര്യമല്ല എന്ന് അവർക്കും ജനങ്ങൾക്കും എല്ലാം അറിയുന്ന കാര്യമാണ്. അതൊരു അടിയന്തര പ്രവർത്തന പരിപാടിയായി മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക സാധ്യമല്ല. പിന്നെ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ശക്തമായൊരു മതേതര ശക്തി എന്നതായിരുന്നു അവരുടെ ഒരു അസ്തിത്വം, അതിൻ്റെ അർത്ഥം. അത് കോൺഗ്രസ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, മതേതര സമൂഹം ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുക കോൺഗ്രസിനെയാണ്. അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. എങ്കിൽ പിന്നെ CPIM-ൻ്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ്? അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഒരു ലൈൻ ഇല്ലായ്മയുടെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ തന്നെ ചരിത്രപരമായി ഉണ്ട്. അത് പക്ഷേ അതിന് പകരമായി ഒരു ഹിന്ദുത്വ ഇടതുപക്ഷത്തെ, അതൊരു ആക്ഷേപം മാത്രമല്ല, യഥാർത്ഥത്തിൽ തന്നെ ഒരു പ്രോ ഹിന്ദുത്വ സ്വഭാവമുള്ള ഇടതുപക്ഷത്തെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ബോധപൂർവമായും ബോധപൂർവമല്ലാതെയും ഒക്കെ CPIM നടത്തിയത്. അത് വൻ പരാജയമാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. പക്ഷേ എന്താണ് CPIM-ൻ്റെ ഒരു വേ ഫോർവേഡ് എന്നത് പുറത്തു നിന്ന് ചൂണ്ടിക്കാണിക്കാൻ നല്ല പ്രയാസം യഥാർത്ഥത്തിൽ ഈ ചരിത്ര സന്ദർഭത്തിൽ ഉണ്ട്. പക്ഷെ പാർട്ടിയുടെ ഒരു സ്വാഭാവികതയെ വീണ്ടെടുക്കാൻ സാധിച്ചാൽ, പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ എല്ലാ തീരുമാനങ്ങളുമാണ് പാർട്ടി എന്ന അവസ്ഥ ഇല്ലാതായി പാർട്ടിയുടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ CPIM-ന് തന്നെ ഒരു വഴി കണ്ടെത്താൻ കഴിയും. അങ്ങനെ വഴി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഒരു മാർക്സിസ്റ്റ് ഇടതുപക്ഷം അതിൻ്റെ ചരിത്രപരമായ വിധിക്ക് വിധേയമാവുകയും ചെയ്യുമായിരിക്കും. ജനങ്ങളെ അങ്ങേയറ്റം ഏറ്റവും പെട്ടെന്ന് പ്രകോപിതരാക്കിയ മൂന്നാമത്തെ ഘടകം ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്നതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ജനങ്ങളുടെ വികാരമാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്കുള്ള പിണറായി വിജയൻ്റെ വിജയപരാജയങ്ങളെക്കാൾ ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനങ്ങളോടുള്ള, മനുഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഡേഷിൻ്റെ മകനെ കടക്ക് പുറത്ത് എന്നതൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ മനുഷ്യരോടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇത് കേൾക്കുന്ന ജനം ഈ നാട്ടിലെ മുഖ്യമന്ത്രി എന്നെ തെറി വിളിച്ചു എന്നാണ് അതിനെ അനുഭവിക്കുക. ഇത് വളരെ സ്വാഭാവികമാണ്. ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ
ആരെ നോക്കിയും പബ്ലിക്കിൽ ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോരുത്തരെയും പബ്ലിക്കിനെ തെറി വിളിക്കുന്നതായി, അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും തെറി വിളിക്കുന്നതായി മനുഷ്യർക്ക് അനുഭവപ്പെടും. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയല്ല അന്തസ്സുള്ള ഒരു മനുഷ്യൻ പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് മനുഷ്യർ ചിന്തിക്കും. അപ്പോൾ സ്വാഭാവികമായും വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇയാൾ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ നടത്തിയാൽ മതി, അതിനപ്പുറത്ത് കാര്യങ്ങൾ നടത്താനുള്ള ഒരു അന്തസ്സ്, അതിനുള്ള ഒരു അർഹത, ധാർമ്മികമായ അർഹത ഈ മനുഷ്യനില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കും എന്നതാണ്. ധ്രുവീകരണത്തിൻ്റെ ഒരു അജണ്ടയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഇടതുപക്ഷം CPIM കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതിനെ കേരളത്തിലെ 3 സമുദായങ്ങൾ, അതിലെ വ്യത്യസ്തങ്ങളായ ഉപ അടരുകൾ, വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പരാജയപ്പെടുത്തി എന്നതാണ്. അത് നമുക്ക് വിജയിച്ച സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളുടെയും അവിടെയുള്ള വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ ഡെമോഗ്രഫി, ജനസംഖ്യയും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും അവരിലെ വ്യത്യസ്തങ്ങളായ ഉപവിഭാഗങ്ങളുമൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ധ്രുവീകരണ അജണ്ടയെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇവരെ, ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച്, അതിലെ ഉപവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുക്കാനുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് ഇടതുപക്ഷം നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്. അതിന് അവരെല്ലാവരും ചേർന്നുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തി എന്നതാണ്. അതിന് പലതരം ടൂളുകൾ ഇടതുപക്ഷം ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ, ചില ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ശ്രമിച്ച എല്ലാ ധ്രുവീകരണ അജണ്ടകളെയും, ചില കാരണങ്ങളാൽ കേരളത്തിൽ ഉണ്ടായിത്തീർന്ന ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ്, ഇതിനെയൊക്കെ പരമാവധി കത്തിച്ച് മുതലെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് പരാജയപ്പെടുത്തി എന്നതാണ്. അവസാനമായി തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ പൊതുവെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു ഘടകം കൂടി ഇതിലുണ്ട്. അത് കഴിഞ്ഞ 10 വർഷമായി CPIM കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മതവിരുദ്ധ അജണ്ടക്കെതിരായ വിധിയെഴുത്ത് കൂടിയാണ് ഇത്. ശബരിമല വിഷയം, പുതിയ നവോത്ഥാന ശ്രമങ്ങളെന്ന പേരിൽ ഇവിടുത്തെ ഒരു പാരമ്പര്യ ഹിന്ദു മതത്തിനെതിരായി നടത്തിയ നീക്കങ്ങൾ, അതിൻ്റെ ശരി തെറ്റ്, യോജിപ്പ് വിയോജിപ്പ്, അതൊക്കെ വേറൊരു കാര്യമാണ്. പക്ഷെ ഒരു സമൂഹത്തിന് അവരുടെ തനതായ രീതിയിൽ ആ ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ടു നടക്കാനുള്ള ആ ഒരു അവകാശത്തിന് നേരെയുള്ള വലിയ കടന്നാക്രമണമായിരുന്നു അന്ന് CPM നടത്തിയത്. അതിൽ കൈകൊള്ളിയപ്പോൾ അതിൽ നിന്ന് അവർ തിരിച്ചു നടക്കുകയും വളരെ വലിയ ഹിന്ദു വർഗീയതയിലേക്ക്, കാരണം CPMന് പ്രത്യേകിച്ചൊരു മതവും ആത്മീയതയും അത്തരം എലമെൻറ്റുകളില്ലാത്തത് കൊണ്ട് തന്നെ ആത്മീയതക്കെതിരായ ശ്രമത്തിൽ നിന്ന് പിന്നെ അവർ വർഗീയതയിലേക്ക് ചുവട് മാറി എന്നതാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി, സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ പേരിലും, അതേപോലെ കുടുംബശ്രീ വഴി കേരളത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും ജെൻഡർ പൊളിറ്റിക്സിൻ്റേതുമൊക്കെയായ മതമൂല്യങ്ങളെ തകർക്കുന്ന, കുടുംബ മൂല്യങ്ങളെ തകർക്കുന്ന ആശയങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടപ്പിലാക്കിയതിനെ ക്രൈസ്തവ സമൂഹം അവരുടെ സഭാപിതാക്കന്മാർ, മതനേതൃത്വമൊക്കെ തിരിച്ചറിയുകയും ഇതിനെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചാൽ കേരളത്തിലെ മനുഷ്യരുടെ തന്നെ നിലനിർത്തുന്ന മൂല്യങ്ങൾ, ഒരർത്ഥത്തിൽ മതമൂല്യങ്ങൾ ഇല്ലാതായി തീരും എന്ന ഒരു കൺസേൺ കൂടി ഈ വിധിയുടെ പിന്നിലുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്.